സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വളരെ സന്തോഷിപ്പാനും ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ ദാസന്മാരും അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ പ്രാപിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ദിവസങ്ങൾ നമ്മൾ പ്രസാദിച്ച് ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യമായ ആലോചനകളെ ദൈവം നൽകി തരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ സഹോദരൻ, പ്രിയ സന്നിവേദൻ നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ എന്ന വിഷയത്തെ കുറിച്ചാണ്. പരിശുദ്ധാത്മ അഭിഷേകം അത് നമുക്ക് ഈ തലമുറയിൽ ആവശ്യമായിരിക്കുന്നു. ഇന്ന് അത്യന്താപേക്ഷിതമായ ദൈവസഭയിൽ ആവശ്യമായിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിന്റെ അമിതമായ അത് ശക്തിയാണ് എന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ അധികം സംസാരിക്കാതെ ഈ ദിവസങ്ങൾ ഏകാഗ്രമായിട്ട് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വചനത്തിൽ നിന്നുള്ള വിഷയങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നായ പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നു. അതിനുശേഷം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിച്ചായ ചില വിധങ്ങളെ കുറിച്ചും അത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യം ഞാൻ വായിപ്പാൻ നിൽക്കണം ആഗ്രഹിക്കുന്നു. 1 Corinthians chapter 3 verse 16 and 17. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയിൽ അതെ ശുശ്രൂഷിച്ച ശേഷം കൊരിന്ത് സഭയിൽ നിന്ന് താൻ കടന്നുപോയി. അതിന് ശേഷം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സഭയിൽ അനവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ താൻ എഴുതുന്നതായ ലേഖനമാണല്ലോ 1 Corinthians 1 കൊരിന്ത്യർ എന്ന പുസ്തകം. അതിന്റെ 1, 2, 3 അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 4 അധ്യായങ്ങളിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഡിവിഷൻസ്, ഭിന്നതയെ കുറിച്ച് സംസാരിക്കുന്നതായ അല്ലെങ്കിൽ അത് എങ്ങനെ ദൈവമക്കൾ പരിഹരിക്കണമെന്നും അത് അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭിന്നതയില്ലാതെ ഐക്യമത്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കണമെന്നും നമ്മൾ പൗലോസ് അപ്പോസ്തലനോട് ഉപദേശിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൊരിന്ത് സഭയിലുള്ള ദൈവമക്കളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ, അതല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. അവിടെ നമുക്കറിയാം അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പത്രോസിന്റെ പക്ഷക്കാരെന്നും ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്നും കേഫാവിന്റെ പക്ഷക്കാരനും പത്രോസിന്റെ പക്ഷക്കാരെന്നൊക്കെ പറഞ്ഞ് ഭിന്നത ഉണ്ടായി. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവസഭ എന്താണ് എന്ന്, ദൈവത്തിന് മുമ്പാകെ ദൈവസഭ എന്താണ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ച്, ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ളതായ ദൈവസഭ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഭിന്നിപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മള് ഭിന്നതയ്ക്ക് എതിരെ നമ്മൾ നിന്നുകൊണ്ട് ഐക്യമത്യത്തോടെ ദൈവത്തെ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ലോക്കൽ ചർച്ച് അല്ലെങ്കിൽ എഫെസോസിലുള്ള ദൈവസഭ, ഫിലിപ്പിലുള്ള ദൈവസഭ, കൊരിന്തിലുള്ള ദൈവസഭ, തെസ്സലോനിക്കൽ ദൈവസഭ, അത് എടുത്ത് കാണിച്ചിട്ട് പറയാണ് കൊരിന്തിലുള്ള ദൈവമക്കൾ പറയണ ദൈവമക്കളെ, കൊരിന്തിലുള്ള ദൈവമക്കളെ, വിശുദ്ധന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കൊരിന്തിൽ ഈ കൊരിന്ത് സഭ അല്ലെങ്കിൽ ദൈവസഭയെ കൂടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സഭ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. സഭ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇത് അപ്പൊല്ലോസിന്റെ സംഘടനയല്ല, ഇത് പത്രോസിന്റെ ഒരു രാജ്യമല്ല, ഇത് പൗലോസിന്റെ ഒരു പ്രവർത്തനമല്ല, അല്ലെങ്കിൽ ഇത് ആരുടെയും ഒരു വകയല്ല. ഒരു പേഴ്സണായിട്ട് ഒരു പേഴ്സന്റെ ക്ലെയിംസോ അവകാശമോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയോ അല്ല സഭയെന്നും.
നമ്മൾ മനസ്സിലാക്കണം, ഒരു വിഷയം മനസ്സിലാക്കണം. എന്താണ്? ഓരോ ലോക്കൽ ചർച്ചിനെ കുറിച്ചും ദൈവം കാണുന്നത് എങ്ങനെയാണ്? അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ടാണ്. എക്കാലത്തും ദൈവം മനുഷ്യൻ വസിപ്പാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി, വില കൊടുത്തു വാങ്ങി ഓരോ പട്ടണത്തിലും കൂട്ടിവരുത്തിയിരിക്കുന്നതായ ദൈവജനം, അത് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ദൈവത്തിന്റെ മന്ദിരം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തികളോടല്ല പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞ ആരാണ്? ആ പട്ടണത്തിൽ എത്ര പേര് കൂടി വരുന്നുവോ, അത് ഏതെല്ലാം ജാതികളിൽ നിന്ന് വന്നവരായിരിക്കാം, അത് ഏതെല്ലാം നാഷണാലിറ്റിയിൽ നിന്ന് വന്നവരായിരിക്കാം. ഒരു പട്ടണം പോലെ, ഇന്നത്തെ നമുക്ക് ഡാലസ് പട്ടണം പോലെ, അല്ലെ ന്യൂയോർക്ക് പട്ടണം പോലെ, ഹൂസ്റ്റൺ പട്ടണം പോലെ, അനേക മെട്രോപൊളിറ്റൻ സിറ്റിയില് അനേക ജാതികൾ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, ഭാഷക്കാർ താമസിക്കുന്നുണ്ട്, വിവിധമായ ക്ലാസ്സിലുള്ളവരുണ്ട്, റേസിലുള്ളവരുണ്ട്. അവർക്ക് നാഷണാലിറ്റി വ്യത്യാസമായിരിക്കും. നമുക്കറിയാം പലരും ഇവിടെയുണ്ട്. മെക്സിക്കൻസ് ഇവിടെയുണ്ട്, ആഫ്രോ അമേരിക്കൻസ് ഉണ്ട്, വൈറ്റ് അമേരിക്കൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഇങ്ങനെ പല ലാംഗ്വേജും പല റേസിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. എന്നാൽ ഇവര് കർത്താവിന്റെ സഭയിലേക്ക് വരുമ്പോൾ അവരിത് ചൈനീസ് സഭയെന്നോ ഇത് മലയാളി സഭയെന്നോ, കർത്താവ് നോക്കുമ്പോൾ മെക്സിക്കൻ സഭയെന്നോ വൈറ്റിന്റെ സഭയെന്നോ ബ്ലാക്കിന്റെ സഭയെന്നോ അല്ല ദൈവം കാണുന്നത്. ദൈവം കാണുന്ന ആ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്. എന്തുകൊണ്ടാണ് ഡിവിഷൻ ഉണ്ടാകുന്നത്? ഡിവിഷൻ ഉണ്ടാകുന്ന മെയിൻ അടിസ്ഥാനം എന്താണ്? നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഐക്യത കൊണ്ടുവരുമ്പോ, പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോ, അതിന്റെ 12-ാമത്തെ പ്രകാരം വായിക്കുന്നത്, ഏക ആത്മാവിനെ പാനം ചെയ്ത് നമ്മൾ എന്താ വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതെ, ഒരു ശരീരമായിരിക്കുന്നുവെന്നാണ്. അതെല്ലാവരും 12-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രോ എല്ലാവരും നോക്കണം, ഏക ശരീരമാകുമാറ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ജാതികളുണ്ട്, ദാസന്മാരുണ്ട്, സ്വതന്ത്രം, ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്, റേസസ് ഉണ്ട്, നാഷണാലിറ്റി എല്ലാം ഉണ്ട്. എന്നാൽ സഭയിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരു ശരീരമാകുമാറ് നമ്മളെല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു? ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. എന്താണ് അറിയാമോ? അവിടുത്തെ യൂണിറ്റി ഓഫ് ദ ട്രിനിറ്റി, ത്രിത്വത്തിന്റെ യൂണിറ്റി നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. എന്തിനാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് എല്ലാ വിവിധ ഭാഷകളിൽ നിന്ന്, വിവിധ ജാതികളിൽ നിന്ന്, വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വിവിധമായ അതേ റേസിൽ നിന്ന്, അല്ലെങ്കിൽ റാങ്കിൽ നിന്ന്, ക്ലാസ്സിൽ നിന്നൊക്കെയും ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, അതാണ് ശകനെന്നില്ല, അതേപോലെ സ്വതന്ത്രനെന്നില്ല, ദാസനെന്ന് അവിടെ ഇല്ല, പരിച്ഛേദന വ്യത്യാസമില്ല, അഗ്രഹർമ്മ വ്യത്യാസമില്ല, യഹൂദന് വ്യത്യാസമില്ല, യവനന് വ്യത്യാസമില്ല, പുരുഷന് വ്യത്യാസമില്ല, സ്ത്രീയെന്ന് വ്യത്യാസമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ യൂണിറ്റിയോട് വെളിപ്പെടാൻ വേണ്ടിയാണ്. ത്രിയേക ദൈവം ഒന്നായിരിക്കുന്ന പോലെ, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകണം എന്നുള്ളതായ ദൈവത്തിന്റെ പ്രാർത്ഥന, കർത്താവിന്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കർത്താവിന്റെ ശരീരമാകുന്ന ലോക്കൽ ചർച്ചിലാണ് കർത്താവ് കാണിപ്പാൻ നിൽക്കണം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൊരിന്ത്യയിലുള്ള ദൈവമക്കളോട് പറയാണ്, നിങ്ങളുടെ ഭിന്നതയുണ്ടെന്ന് നിങ്ങൾ കേട്ടു, എന്നാൽ ദൈവമക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരെന്ന് മനസ്സിലായാൽ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ, നിങ്ങൾ ആരാണ്, ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു സ്ഥലത്ത് ദൈവം നിങ്ങൾ എന്തിനാണ് ആക്കിയിരിക്കുന്നത്, അതിന് ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? സഭയെ നിങ്ങൾ ഭിന്നിപ്പിക്കത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആത്മാവിന്റെ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തിനാണ് ആവശ്യം? നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടിയാണ്. ദൈവമക്കൾ ആരെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. ഓരോ പട്ടണത്തിലും കർത്താവിന്റെ സഭയാണ് കർത്താവിന്റെ സാക്ഷി. സത്യത്തിന്റെ സാക്ഷി കർത്താവിന്റെ സഭയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പട്ടണത്തിൽ കർത്താവിന്റെ സഭയുണ്ടെങ്കിൽ ആ സഭയാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ സകല സത്യങ്ങളുടെയും സാക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി അതെ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ ദൈവസഭയെന്ന് 1 തീമോത്തിയോസ് 3:9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവമക്കളെ, ഇന്ന് അഭിഷേകം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്
ദൈവാത്മാവിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യ ബുദ്ധിയിലേക്ക് പോയിട്ട് മനുഷ്യൻ തന്റെ ബുദ്ധിയിലും തന്റേതായ ആഗ്രഹം അനുസരിച്ച് അതേ സഭ എന്ത് ചെയ്യുന്നു? അവന്റെ രാജ്യമായി, അവന്റെ സ്വന്തം സംഘടനയായി, അവന്റെ പേരിലോ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അവൻ പണം ഉണ്ടാക്കുന്നതായ അല്ലെ പണം സമ്പാദിക്കുന്നതായ പേര് സമ്പാദിക്കുന്നതായ സംഘടനകളാക്കി മാറ്റി വെറും ഒരു നാമധേയ കൂട്ടമാക്കി സഭയെ അധപ്പതിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് അതേ വ്യവസ്ഥ മനസ്സിലാകാതെ ദൈവത്തിന്റെ പർപ്പസ് വിട്ടുകളഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും, ദൈവമേ നിന്റെ ആത്മാവിനാൽ നമ്മൾ ഒന്നിച്ച് ഒറ്റ ബോഡിയായി തീരണം, ഒരൊറ്റ ചർച്ചായി, ഒരു കൂട്ടമായി, ഒരേ അഭിപ്രായത്തിലായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ കൂടി ഒരു എന്ത് സംസാരിക്കണം? 1-ാം അധ്യായം നോക്കി ഈ പൗലോസ് അപ്പോസ്തലൻ വായിക്കുന്ന പ്രകാരമാണ് 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഭ കൂടി വരുമ്പോൾ എന്തുണ്ടാകണം? എല്ലാവരും ഒന്ന് സംസാരിക്കണം, എല്ലാവരും ഒരു വിഷയം സംസാരിക്കണം. 4 അഭിപ്രായങ്ങളല്ല സഭയിൽ. കാരണം എന്താണ്? ഒരേ ആത്മാവിനെയാണ് പാനം ചെയ്തിരിക്കുന്നത്, ഒരേ ആത്മാവിലാണ് സ്നാനമേറ്റ് സഭയോട് ചേർന്നിരിക്കുന്നത്. ഒറ്റ ശരീരമാണ്, ഒരാത്മാവാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം തന്നെ സംസാരിക്കാൻ കഴിയുമോ? എനിക്കറിയാം, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു ശരീരമാണ് സഭ. അതിനെ അറിയുന്ന ലോക്കൽ ചർച്ചസ് എന്നാണ്. ഒരു ചർച്ച്, ഒരു സ്ഥലത്ത് അവർക്ക് ഒരു ചർച്ച് മാത്രമേ ഉള്ളൂ. ഡാളസിൽ ഒരു ചർച്ച്, ഗാർലൻഡിൽ ഒരു ചർച്ച്, ഇർവിംഗിൽ ഒരു ചർച്ചയുള്ളൂ. അവർക്ക് ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ആ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ആരംഭിച്ച ചൈനയിലാണ്. എന്നാൽ ഇന്ന് ലോകത്തിലെ എല്ലാ 5 വൻകരകളിലും കോണ്ടിനെന്റ്സിലും അതുണ്ട്. അമേരിക്കയിൽ ധാരാളമുണ്ട്, 100 കണക്കിനുണ്ട്. ഇന്ത്യയിൽ വളരെയുണ്ട്, തായ്ലാൻഡിൽ വളരെയുണ്ട്, ചൈനയിൽ വളരെയുണ്ട്, ഫിലിപ്പീൻസിലുണ്ട്. ഏത് കോണിക്ക് ഒരു ദിവസം ചെന്ന് നോക്കിയാലും ആസ്ട്രേലിയയിലോ ഫിലിപ്പീൻസിലോ ചൈനയിലോ ഇന്ത്യയിലോ അതെ അമേരിക്കയിലോ എവിടെ ചെന്നാലും എല്ലാ ലോക്കൽ ചർച്ചിലും അവർ സംസാരിക്കുന്ന ഒരൊറ്റ വിഷയമായി എല്ലാ സൺഡേയും. എല്ലാ ലോക്കൽ ചർച്ചിലും ഒരേ വിഷയമായിരിക്കും, എല്ലാവരും സംസാരിക്കും. വേറെ ഒരൊറ്റ വിഷയം സംസാരിക്കും. എങ്ങനെയാണ് ഉണ്ടാകുക? അതാണ് അവിടെ യൂണിറ്റി. അവർ നേരത്തെ അതേ ഒരു 3 മാസത്തേക്കുള്ളതായ ഡിവോഷൻസ് അവർ പ്രിന്റ് ചെയ്യും. അതാണ് ഓരോ സൺഡേയിൽ അവർ ഫോളോ ചെയ്യുന്നത് എല്ലായിടത്തും. എന്തിനാണ്? ഒരു യൂണിറ്റി പ്രാക്ടിക്കലാക്കാൻ കഴിയുമോ എന്നുള്ളതിന് ഒരു തെളിവാണ്. എല്ലായിടത്തും ലോകത്തിലെ എല്ലായിടത്തും ആ ചർച്ച ഉണ്ടാവും. എല്ലാം ഒരേ സൺഡേയിൽ ഒരേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കണം. 2, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കാൻ വേണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവമക്കൾ ഉണ്ടാകുന്നത്. ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഭിന്നതയെല്ലാം മാറും. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ, ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം കാര്യം സീക്കിയത്തില്ല, നമ്മളെ കാര്യം അന്വേഷിക്കത്തില്ല. എന്റെ അഭിപ്രായത്തിനോട് വിലയില്ല, എന്റെ അഭിപ്രായം മാറ്റിവെക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ് അഭിപ്രായങ്ങൾ വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഇടയിൽ നടക്കാത്തത് കൊണ്ടാണ് ഭിന്നിപ്പുണ്ടാകുന്നത്, യോജിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാ എന്തിനാണ് ഇത്? നമ്മളെ ഒന്നാക്കി ഒരു ശരീരമാക്കി വെക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്യുമ്പോൾ, എല്ലാവരും ഒരേ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആരുടെ ആത്മാവാണ്? പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത്? ഐക്യതയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താണ്? പ്രൈസലോൺ എന്താണ്? എങ്ങനെയുള്ള ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവാണ്. അത് പരിശുദ്ധിയുടെ ആത്മാവാണ്. അത് പ്രൈസലോൺ, അത് സൗമ്യതയുടെ ആത്മാവാണ്. അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് യേശുവിന്റെ ആത്മാവാണ്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവമക്കളെ, ഈ ആത്മാവിനെ എന്തിനാണ് തന്നിരിക്കുന്നത്? പ്രൈസലോൺ എല്ലാവരിലും ക്രിസ്തുവിനെടുത്ത് ആത്മാ പകരുവാനാണ്. അങ്ങനെ എന്ത് ചെയ്യണം? ഈ നോക്കണം, കൊരിന്ത് സഭയിലെ പ്രശ്നം എന്താണ്? ഡിവിഷനാണ്, ഭിന്നതയാണ്. അതിനെതിരെ എന്താണ് പോംവഴി? എന്താണ് സൊല്യൂഷൻ? ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ അറിയണം, നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നിങ്ങളെ ദൈവത്തിന്റെ ആത്മാ ഒരു ശരീരത്തിലേക്ക് കൊണ്ടുവന്നു, ഒറ്റ ശരീരമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ഒന്നു തന്നെ സംസാരിക്കണം. അതുകൊണ്ടാണ് ഈ കാലങ്ങളിൽ നമുക്ക് എന്താ ആവശ്യമായിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തവിടെ പറഞ്ഞ എന്താണ്? നിങ്ങളിൽ
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതെന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു കെട്ടിടത്തിലും വസിക്കുന്നില്ല. ഇന്ന് പുതിയ നിയമസഭയിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമാണ് ജനങ്ങൾ വസിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ലായിരുന്നു. ആ യുഗത്തിൽ ദൈവം ജനങ്ങൾ വസിച്ചിരുന്നില്ല. അതല്ലായിരുന്നു ദൈവത്തിന്റെ വ്യവസ്ഥിതി അന്നത്തെ കാലത്ത്. പഴയ നിയമ യുഗത്തിൽ ദൈവം വസിച്ചത് എവിടെയാണ്? ചില വ്യക്തികളിൽ മാത്രമാണ്. ചില പ്രത്യേകമായ ശുശ്രൂഷ ചെയ്യുവാൻ അവരിൽ വസിച്ചിരുന്നു. അതുകൊണ്ടാണ് മോസസ് തന്നെ പറഞ്ഞത്, മോസസ് ആത്മാവിനെടുത്ത് 70 പേർക്ക് കൊടുത്തു. അവരിൽ 70 പേരുണ്ടായിരുന്നു. ബാക്കി 6 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ ഉണ്ടായിരുന്നില്ല. മോസസ് പറയാണ്, എല്ലാവരിലും ദൈവത്തിന്റെ ആത്മ വസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരിശുദ്ധാത്മ പ്രവർത്തനം ആ കാലയളവിൽ ഇല്ലായിരുന്നു. ലിമിറ്റഡ് ആയ വ്യക്തികളിൽ സമാധാനോടെ പണിയാൻ ചില വ്യക്തിയുടെ മേൽ വന്നു. രാജാക്കന്മാരെ അഭിഷേകം ചേർന്ന് രാജാക്കന്മാർ വരും, പുരോഹിതന്മാരിൽ വരും, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമുക്കറിയാം. അതേ ന്യായാധിപന്മാരിൽ ചില വ്യക്തികളിൽ വന്നു. നമ്മൾ വായിച്ചതാണ്. ഗിദെയോന്റെ മേൽ വന്നു, സിംസോന്റെ മേൽ വന്നു, ശമൂവേലിന്റെ മേൽ വന്നു ആത്മാവ്. എന്നാൽ പുതിയ സഭ വരുമ്പോൾ എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു. നാം എന്താണ്? ദൈവത്തിന്റെ മന്ദിരം മാത്രമല്ല, ഈ മന്ദിരമാകുന്ന നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ്, നമ്മൾ ദൈവത്തിന്റെ ആത്മവസി. നമ്മൾ ചിന്തിച്ച നമ്മളിൽ സർവശക്തനായ ദൈവം വസിക്കുന്നു. നമ്മളിൽ പിതാവിന്റെ ആത്മാവ് വസിക്കുന്നു. നമ്മളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നു. നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മൾ ആരാണ് ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോ ഈ നോട്ട് എന്നാണ്. നമ്മൾ പലപ്പോഴും അറിയാതിരിക്കുക. നമ്മൾ സാധാരണമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മുടെ ലൈഫിലെ റൂട്ടീൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ പല്ല് തേക്കുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു. എന്നാൽ നമ്മൾ ആരാണെന്നോ, നമ്മൾ ആര് വസിക്കുന്നു നമ്മൾ പറയാറുണ്ട്, ഓർക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെന്നിഹിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, താൻ എന്നും രാവിലെ പരിശുദ്ധാത്മാ അഭിസംബോധന ചെയ്താണ് എഴുന്നേൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. കാരണം ഏറ്റവും അടുത്ത് നമ്മുടെ ഭാര്യയോ കുഞ്ഞുങ്ങളോ അടുത്ത് കിടക്കുന്നേക്കാൾ അടുത്ത് നമ്മൾ ഇരിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ വരുമ്പോൾ ആദ്യമേ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ് എന്നും, അല്ലെങ്കിൽ വെൽക്കം ഹോളി സ്പിരിറ്റ്, ആത്മാവേ സ്വാഗതം, ഇതാ ഞാൻ ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നു, നമ്മളൊന്നാണ്, നീ എന്നിൽ വസിക്കുന്നു എന്നുള്ള ഒരു പ്രസൻസിലേക്ക് വരുവാൻ ദൈവമക്കൾ കഴിയുന്നുണ്ടോ? ഇവിടെ എന്താ പറയാ? ആത്മാവ് നമ്മൾ പലപ്പോഴും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയോ, ശനിയാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗിലോ, ഞായറാഴ്ചത്തെ മീറ്റിംഗിലോ, അല്ലെ പ്രത്യേകമായി കാത്തിരിപ്പയോ വരുമ്പോഴാണ് ആത്മാവിന്റെ കാര്യം ഓർക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, കർത്താവേ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിപ്പതാണ്, ലോക്കൽ ചർച്ച്, കർത്താവിന്റെ സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. നമുക്ക് എത്രമാത്രം നമ്മൾ സെൻസിറ്റീവാണ്, എത്രമാത്രം നമ്മൾ സുബോധമുള്ളവരാണ്. ഈ സാന്നിധ്യബോധം നമുക്കുണ്ട്. എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. സർവശക്തന്റെ ആത്മാവിനിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നു, ക്രിസ്തുവിന്റെ ആത്മാവിനിൽ വസിക്കുന്നു. ഞാൻ ആ ദൈവത്തിന്റെ മന്ദിരമാണ്. അങ്ങനെയാണ് എന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, എന്റെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും, എന്റെ കണ്ടക്ട് എങ്ങനെയായിരിക്കും, എന്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും, എന്റെ കൊടുക്കൽ വാങ്ങൽ എങ്ങനെയായിരിക്കും, എന്റെ ചിന്തമണ്ഡലം എങ്ങനെയായിരിക്കും, എന്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും, തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും. നമ്മൾ പലപ്പോഴും മറക്കുകയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യം? എല്ലായ്പ്പോഴും അഭിഷേകത്തിൽ നമുക്ക് നടക്കാൻ കഴിയുവാൻ വേണം. ഈ അഭിഷേകത്തിൽ ജീവിപ്പാൻ, ഈ അഭിഷേകത്തിൽ നമ്മൾ ശുശ്രൂഷിപ്പാൻ, ഈ അഭിഷേകത്തിൽ നമ്മുടെ ജീവിതകാര്യങ്ങൾ നയിക്കുവാൻ, ഈ അഭിഷേകത്തിൽ നമ്മുടെ കാര്യങ്ങളെ ചെയ്യുവാൻ, ഈ അഭിഷേകത്തിൽ നമ്മുടെ ജോലി ചെയ്യുവാൻ, ഈ അഭിഷേകത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുവാൻ, ഈ അഭിഷേകത്തിൽ തന്നെ ആയിരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ ആത്മാവ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇവിടുത്തെ വിഷയം എന്താണ്? ഭിന്നതയാണ്, ഐക്യതയില്ലായ്മ ഉണ്ട്. വിവിധമായ രീതിയിൽ ഗ്രൂപ്പ് തിരിച്ച്
സെക്ടേറിയൻസ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ആ ഡിനോമിനേഷൻ, ഈ ഡിനോമിനേഷൻ എന്ന് നമ്മളോ സഭയെ വിഭജിക്കുമ്പോൾ, സഭയുടെ നേതാക്കന്മാർ സഭയെ വിഭജിച്ച് ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഇന്ന് ഒരു സഭയ്ക്ക് പകരം നമ്മൾ 100 കൂട്ടം സഭകളായി മാറി, അന്യോന്യം കോമ്പറ്റീഷൻ സ്പിരിറ്റായി. ഇതാണ് പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് മന്ദിരത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനം. ഒരു അവിശ്വാസി ആ പഠനത്തിലേക്ക് വരുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് പോകേണ്ടത്? ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ താമസിച്ചപ്പോൾ ഞങ്ങള് അവിടെയുള്ള ഓരോ വീടുകളും കയറി ഇറങ്ങി സുവിശേഷം പറയുമായി. ട്രാക്റ്റുകൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ, സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ അനേക മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ മലയാളിയുടെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് നിങ്ങൾ സഭയിൽ പോകണമാര് ചോദിക്കും, എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കും. അവിടെ തന്നെ ഒരു സഭാവിഭാഗം 4 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. NR എന്നുണ്ട്, MR എന്നുണ്ട്, WR എന്നുണ്ട്, പിന്നെ ER അങ്ങനെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ, പല റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ട് ഒരേ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വർക്ക് ചെയ്യും. അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഏത് ഗ്രൂപ്പ്, MR പോകണം, അത് ഞങ്ങൾ NR പോകണം, അതോ ഞങ്ങൾ BR പോകണോ, അതോ ഞങ്ങൾ ER പോകണോ? ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത്. എങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത്? ഒരേ ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി, MR എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ റിബല്യൻ. NR എന്ന് പറഞ്ഞാൽ എന്താ? നെവർ റിപ്പന്റ്. WR എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റേൺ റീജിയൻ പറഞ്ഞാൽ എന്താ? വാർ റീജിയൻ, എന്ന് യുദ്ധം. ഇത് വായിച്ചിട്ട് ആൾക്കാർ എന്നോട് വളരെയധികം കോപിച്ചു, ദേഷ്യപ്പെട്ടു. ഒരേ സഭ 4 റീജിയൻ, ഒരു ലൊക്കാലിറ്റി. നമ്മുടെ സാക്ഷ്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെയായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാകും. കാണുന്നത് അഭിഷേകമാണ് ഒരു ശരീരമാക്കുന്നത്. അതിനാണ് നമ്മൾ പാലനം ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവം വിശുദ്ധീകരിച്ചായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ. അതാണ് 1 കൊരിന്ത്യർ 1 വായിക്കുന്നതാണ്. കൊരിന്ത്യരുള്ള ദൈവസഭയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. യേശുക്രിസ്തു അപ്പോസ്തലൻ വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സോസ്തനസും കൊരിന്ത്യയിലെ ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. നോക്കണം, അവർ ഒന്നാണ്, ഒരിടത്തല്ല. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എവിടെയുണ്ട്. ദൈവ saints of God, the believers in Christ, they are faithful. എഫെസോസിൽ പറഞ്ഞ they are faithful ones. അവർ വിശ്വസ്തരാണ്, അവർ വിളിക്കപ്പെട്ടവരാണ്, അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അവര് സംഘടനാ സ്പിരിറ്റില് അടിസ്ഥാനത്തിൽ പിരിഞ്ഞിട്ട് യുദ്ധം ചെയ്യേണ്ടവരല്ല നമ്മൾ. കാരണം അഭിഷേകം എന്തിനാണ് നമുക്ക് ആവശ്യം? ഈ യുദ്ധം അവസാനിക്കാനാണ്, നമ്മുടെ ഭിന്നത മാറാനാണ്. നമ്മളിലേക്ക് എന്താണ്? ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നാകും. നമ്മുടേതായ സ്ഥാനങ്ങൾ മാറ്റിവെക്കും. നമ്മുടേതായ എന്താണ് സ്വന്തമായ അഭിപ്രായങ്ങൾ നമ്മൾ മാറ്റിവെക്കും. അവിടെ അതിന് വിലയില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ, നദിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ നദിയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ, ഈ നദി നമ്മൾ ഒഴുകിക്കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആർക്കും കടക്കാൻ മേലാത്തതായ, നീന്തിട്ടല്ലാതെ കടക്കാൻ മേലാത്തതായ ഈ നദിയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രഭവത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ എന്താണ്? നമ്മളുള്ള ജഡീയ സ്വഭാവങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആത്മാവിനെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ആ പട്ടണത്തിൽ നിൽക്കുന്നതിനായി നമ്മൾ തീരും. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭിന്നതയ്ക്ക് എന്താണ് സൊല്യൂഷൻ? ആത്മാവിന്റെ അഭിഷേകമാണ്. ആത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ഭിന്നത മാറണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ആരെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഞാനല്ല, ഞങ്ങൾ. ഇവിടെയുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഞങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഞങ്ങൾ ആരാണ്? വിശുദ്ധന്മാരാണ്. ദൈവം ഞങ്ങളെ വിശുദ്ധീകരിച്ചതാണ്. ആ ദൈവത്തിന് വിശുദ്ധീകരിക്കപ്പെട്ടതായ ജനത്തെ നശിപ്പിക്കാൻ നിൽക്കണം. നമുക്ക് അവകാശമില്ല. ആരെങ്കിലും നശിപ്പിച്ചാൽ അവരെ ദൈവം നശിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. പ്രത്യേകിച്ച് ലീഡർഷിപ്പിലായിരിക്കും നമ്മുടെ ഉത്തരവാദിത്വം. വളരെയാണ്.
നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ നശിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ആലോചന തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിന്റെ വാക്യങ്ങളിലൂടെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് വായ്പ പരിശുദ്ധാത്മാവിൽ ചിന്തിച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. 143 സങ്കീർത്തനത്തില് ഒരു വാക്യപ്രകാരമുണ്ട്. 143 സങ്കീർത്തനം അതിന്റെ 10ാമത്തെ വാക്യം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകും. നിന്റെ നല്ല ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ നല്ല ആത്മാവ്, ഗുഡ് സ്പിരിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട് ലോകത്തിൽ? എന്തുണ്ട്? ബാഡ് സ്പിരിറ്റ് ഉണ്ട്, ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്താണ്? അത് നല്ല ആത്മാവാണ്. ഈ നല്ല ആത്മാവിന്റെ ഒരു സ്വഭാവം എന്താണ്? അത് നമ്മൾ എങ്ങനെ നടത്തും? നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഇപ്രകാരമാണ്. ശൗല് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എവിടെ ചെന്നറിയാമോ? നേർവീതി ചെന്നാണ്. നേർവീതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് പാത്തിൽ ചെന്നു. അന്നേരം വരെ താൻ ക്രുക്കഡ് പാത്തിൽ നടക്കുകയാണ്, വളഞ്ഞ വഴി നടക്കുകയാണ്. നല്ല ആത്മാവ് നമ്മൾ എവിടെ കൊണ്ടുവരികയാമോ? നേരായ പാതയിൽ കൊണ്ടുവരും. വളഞ്ഞ വഴികളാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ക്രുക്കഡായ പ്രവേർട്ടഡായ വക്രതയും കാപട്യമുള്ള വഴികളാണ് ദൈവമക്കളെ നടക്കുന്നുവെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് വെടിവെച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ എവിടെ കൊണ്ടുവരും? നേർവഴി നടത്തും. ഇതിനാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾ വെളിപ്പെടേണ്ട ആവശ്യം. നമ്മൾ നേരില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് പ്രസാദമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികളുണ്ടോ? ഇന്നത്തെ നമ്മുടെ കൂട്ടങ്ങൾ നേരും നമ്മൾ പറയും ഒരു നേരും ഇല്ലെന്നല്ലേ നമ്മൾ പറയുന്നത്, കേൾക്കുന്നത്. നേരിന് കടപ്പാൻ കഴിയത്തില്ലെന്നല്ലേ യെശയ്യാ 58 പറഞ്ഞിരിക്കുന്നത്. നീതിക്ക് അവിടെ ഇടമില്ല, സത്യത്തിന് ഇടമില്ല, നേരിനൊന്നുമില്ല. നമ്മുടെ ഇടയിൽ നേരിന് സത്യത്തിനൊന്നും വിലയില്ലാത്തൊരു കാലഘട്ടം. ഏത് ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്? സംഗീതകാരൻ പറയാണ്, ദൈവമേ നിന്റെ ആത്മാവ് നല്ല ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുവാൻ. നമ്മുടെ ദൈവമക്കളെ നേര് നടക്കുവാൻ, നേരിൽ നടക്കുവാൻ, സത്യത്തിൽ നടക്കുവാൻ, വിശ്വസ്ത നടക്കുവാൻ, നീതി നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ആത്മാവിനെ വിട്ടുകളഞ്ഞത് കൊണ്ടാണ്, അഭിഷേകം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ എങ്ങനെ പോകുന്നത്? വളഞ്ഞ വഴികളിൽ പോകുന്നത്. നമുക്ക് ദൈവ ഭയമില്ലാതെ പോകുന്നതിന്റെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിന് അഭിഷേകം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശൗല് ഇപ്രകാരമാണ്. ദാവീദ് രാജാവായപ്പോൾ വിലപിക്കുകയാണ്. എന്താണ് വിലപിക്കുന്നത്? ഒരു വാക്യം വായിച്ചു നോക്കി. 1 ശമൂവേൽ അതിന്റെ 31-ാം അധ്യായത്തിൽ എന്താണ് വായിക്കുന്നത്? 1 ശമൂവേൽ അതിന്റെ 2 ശമൂവേൽ 1-ാം അധ്യായത്തിൽ 2 ശമൂവേൽ 1-ാം അധ്യായത്തിൽ എന്താണ് വായിക്കുന്നത്? ശൗല് മരിച്ചു എന്ന് കേട്ടപ്പോൾ താൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതേ പ്രകാരമാണ്. അത് അഭിഷക്തമായി വീണുപോയി എന്നറിഞ്ഞപ്പോ അതിന്റെ 18ാമത്തെ വാക്യം പറയുന്ന ഇപ്രകാരമാണ്. അവൻ യഹൂദാ മക്കളെ ഈ ധനഹീതം അഭ്യസിപ്പിപ്പാന്ന് കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രയേലേ നിന്റെ പ്രതാപം ആയവർ നിന്റെ ഗിരികളിൽ നികതന്മാരായി. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീതികളിൽ ഘോഷിക്കരുതേ. ഫിലിസ്ത്യപുത്രന്മാർ സന്തോഷിക്കരുതേ. അഗ്രഹങ്ങളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും എന്താണ് വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിയ എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിയ തന്നെ. എന്താണ് പറയുന്നത്? 25-ാം വാക്യം. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥൻ നികതനായല്ലോ. ജോനാഥനെ എന്റെ സഹോദര നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ എന്താണ് വീണ്ടും വീണ്ടും പറയാണ്? വീരന്മാർ പട്ടുപോയതെങ്ങനെ? അഭിഷേകം നഷ്ടപ്പെട്ടു പോയതെങ്ങനെ? ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഇന്ന് എങ്ങനെയാണ് നടക്കുന്നത്? വളഞ്ഞ വഴിയിൽ നടക്കുന്ന ജനം. മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യും. ഈ ദിവസങ്ങളിൽ നമുക്കതാണ് ആവശ്യം. കർത്താവെ നേരായ പാതയിൽ നടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തൈലാഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പരിചയ കൊണ്ട് യുദ്ധത്തിന് പോയാൽ നമ്മൾ പട്ടുപോവുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവത്തിന് ആവശ്യം എന്താണ്? ഈ ദിവസങ്ങൾ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നേരായ ആത്മാവ് കൊണ്ട് ദൈവം നമ്മൾ എന്ത് ചെയ്യണം? നേരായ വഴി നടത്തുവാൻ തക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
അടുത്തിട്ട് നോക്കിയ സഭാപ്രസംഗം 8:7 വാക്യം. സഭാപ്രസംഗം 8:7 അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നോക്കിക്കേ. പഴയ നിയമത്തിൽ തന്നെയാണ് സഭാപ്രസംഗി സദൃശ്യവാക്യം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണല്ലോ. അതിന് 8:7 വായിക്കുന്ന പ്രകാരമാണ്. സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അതെങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് ആരറിയിക്കും? ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ദൈവത്തിന്റെ അഭിഷേകം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം, ചിന്തിച്ചുകൊണ്ട് തുടങ്ങിയ വിഷയം എന്താണ്? ദൈവത്തെ നമ്മൾ പരിമിതപ്പെടുത്തരുത്, ലിമിറ്റ് ചെയ്യരുത്. അങ്ങനെ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ദൈവസഭയിൽ വന്നാൽ ആർക്ക് തടുക്കാൻ കഴിയും? ആത്മാവിനെ തടുക്കുവാൻ, ആത്മാവിനെ പ്രിവെന്റ് ചെയ്യുവാൻ ഏതെങ്കിലും സഭാവിഭാഗത്തിന് കഴിയുമോ? ഇത്രയും അധികം ആത്മാവെന്ന് പറയാൻ കഴിയുമോ? അപ്പോസ്തലരുടെ കാലം കൊണ്ട് നിന്നുപോയി, ഇനി അന്യഭാഷ നിന്നുപോയി, രോഗശാന്തി വരെ നിന്നുപോയി, ഇന്ന് ആത്മാ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? ദൈവം പ്രവർത്തിച്ചാൽ ദൈവത്തെ ആർക്ക് നിർത്തുവാൻ കഴിയും? ദൈവം തന്നെ ആത്മാവിനെ സഭയ്ക്ക് അയച്ചു തന്നാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇറങ്ങി വന്നാൽ, ദൈവത്തിന്റെ ആത്മാവ് അമിതമായി നമ്മളിൽ അഭിഷേകം നിറച്ച് ദൈവത്തിന്റെ പ്രവർത്തനയോട് വെളിപ്പെട്ടാൽ ആർക്ക് പറയാൻ നമുക്ക് സാധിക്കും? തടുക്കാൻ കഴിയും. അത് ശരിയല്ല, എങ്ങനെ ആവശ്യമില്ലെന്ന് ആർക്ക് പ്രിവെന്റ് ചെയ്യുന്ന കഴിയും? ഇവിടെ പറയാണ്, ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. പ്രവർത്തനം ആരുടെയാണ്? ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ഇത് ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവമാണ് തന്നെ സഭയിൽ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. എന്നാൽ ദൈവം പ്രവർത്തിച്ചാൽ, ദൈവം പ്രസാദിച്ചാൽ, ദൈവം ആത്മാവിനെ നൽകിയാൽ ആർക്ക് നിർത്തുമെന്നൊക്കെ കഴിയും. ഈ ദിവസങ്ങൾ ദൈവമേ, ദൈവമക്കളെ, നമുക്ക് എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവ് നമ്മളെ ലിമിറ്റ് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടെന്താണ്? തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മ എത്ര അധികം നൽകുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം വാക്യം പ്രകാരമാണ് അവൻ ആത്മാവിനെ അളവ് കൂടാതല്ലയോ കൊടുക്കുന്നതെന്നാണ്. അളന്നാൽ ആർക്കും അളക്കാൻ മേലാത്ത രീതിയിൽ ഒരു വലിയ നദിയുടെ അനുഭവമാണ്. ഇതാണ് ദൈവം നിയമത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ദിവസങ്ങൾ ദാഹിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 11 വാക്കുകൾ വായിച്ചിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിന് 11-ാം അധ്യായം നമുക്കറിയാം. ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ്. യെശയ്യാ 11-ാം അധ്യായത്തില് കർത്താവിന് മേൽ ആവസിച്ച ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7 വിധം ആത്മാവ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുണ്ടായ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 7 ആത്മാക്കളെ കുറിച്ച്. അതെന്താണ് കർത്താവദാസയുടെ പറയുണ്ടായി? ഇവിടെ പറഞ്ഞത് എന്താണ്? അന്ന് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യഹോവയുടെ ആത്മാവ് ആരുടെ മേലാണ് ആവസിക്കുന്നത്? ഇശായിൽ പൊട്ടിപ്പുറത്ത് യേശുക്രിസ്തുവിന് മേൽ വസിച്ച ആത്മാവ്. 7 ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. യഹോവയുടെ ആത്മാവിന്റെ മേൽ ആവസിച്ചു. ആ ആത്മാവിൽ ജ്ഞാനത്തിന്റെ ആത്മാവായിരുന്നു, അത് വിവേകത്തിന്റെ ആത്മാവായിരുന്നു, അത് ആലോചനയുടെ ആത്മാവായിരുന്നു, അത് ബലത്തിന്റെ ആത്മാവായിരുന്നു, അത് പരിജ്ഞാനത്തിന്റെ ആത്മാവായിരുന്നു, യഹോ ഭക്തിയുടെ ആത്മാവായിരുന്നു. അവന്റെ പ്രമോദ യഹോ ഭക്തിയിൽ തന്നെയായിരുന്നു എന്നാണ്. ഇതാണ് ദൈവമക്കളെ, ദൈവം നമുക്ക് ആത്മാവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിവിധമായ വശങ്ങൾ, ആസ്പെക്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒരാത്മാവിലാണ്. എന്നാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അനവധിയായ കാര്യങ്ങൾ ആത്മാവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ദൈവം സഭയ്ക്ക് വേണ്ടി നൽകുമ്പോൾ ഇതെല്ലാം ഇതിന്റെ പൂർണ്ണതയിൽ തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ആവസിച്ച അതേ ആത്മാവ് നമ്മളിന്ന് രാവിലെ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും കേട്ടെന്താണ്? ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തു എന്തെല്ലാമാണ് വസിച്ചത്? ക്രിസ്തു വസിച്ച ദൈവത്തിന്റെ ആത്മാവാണ്, യഹോവയുടെ ആത്മാവാണ്. ആത്മാവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനവും വിവേകവും, അതേ ആലോചനയും ബലവും, അതേ പരിജ്ഞാനവും ഭക്തിയും എല്ലാം ഉണ്ടായി. ഇതെല്ലാമാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്ന പരിശുദ്ധാത്മാവിൽ ഇതെല്ലാം ഉൾക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവമേ, ഈ ദിവസങ്ങളിൽ പരിജ്ഞാനം കുറഞ്ഞൊരു കാലയളവ്, ബലമില്ലാത്തൊരു കാലയളവ്, ആലോചനയില്ലാത്തൊരു കാലയളവ്, നമ്മൾ വന്നെത്തിരിക്കുന്ന എങ്ങനെയുള്ള കാലയളവിലാണ്? പരിശുദ്ധാത്മാവിൽ നിക്ഷേപിക്കുന്ന ഒരു കാലയളവ്, ഭക്തി ഇല്ലാത്തൊരു കാലയളവ്, ഭക്തി നിറഞ്ഞിരിക്കുന്ന ഒരു കാലയളവ്, പ്രപഞ്ചമോഹങ്ങളും അശുദ്ധിയും അഭക്തി നിറഞ്ഞ കാലയളവില് ഭക്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്താണ്? ഭക്തി വസിക്കുന്ന ആത്മാവിന്റെ അഭിഷേകമാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഈ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാം, ഈ അഭിഷേകം നമുക്ക് പ്രാപിക്കാം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് 30-ാം വാക്യം വായിക്കുന്ന പ്രകാരമാണ്. യെശയ്യാ 31-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും
എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യതയെയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രൈമിൽ നിന്ന് ശരണം പ്രാപിക്കേണ്ടതിന് എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് ദർശനം കാണുന്ന മുമ്പേ അയ്യോ കഷ്ടം പറഞ്ഞിട്ട് പിന്നെ കഷ്ടം കണ്ടില്ലെന്ന് പറഞ്ഞത് നോക്കാം. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ദർശനം കണ്ട ശേഷം അയ്യോ കഷ്ടം പറഞ്ഞിട്ടുണ്ടെന്ന് വചനത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. താൻ പറയാണ് എന്താണെന്നറിയാമോ? അയ്യോ കഷ്ടം ആർക്കാണ്? ദൈവത്തിന്റെ ആത്മാവിനെ ആലോചന ചോദിക്കാതെ ബുദ്ധിയിലും മറ്റുള്ളവരിൽ ആശ്രയിച്ചുകൊണ്ട്, ലോകത്തിന്റെ വ്യവസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട്, ലോകത്തിന്റെ പണങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, ലോകത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ലോകത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ സംഘടനകൾ ആശ്രയിച്ചുകൊണ്ട്, മറ്റുള്ള വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ട് ദൈവസഭ മുന്നോട്ട് പോയാൽ, പ്രൈസ് ദി ലോർഡ്, പൊളിറ്റിക്കൽ സംഘടനകൾ ആശ്രയിക്കാനല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. പൊളിറ്റീഷ്യൻസിൽ ആശ്രയിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് അവിശ്വാസികളിൽ ആശ്രയിക്കാനല്ല ദൈവം നമ്മളെ വിശ്വസിച്ചിരിക്കുന്നത്. അവിശ്വാസി വിശ്വാസം എന്ത് കൂട്ടായ്മ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ ആലോചനയും കൂട്ടായ്മയും വിട്ടുകളഞ്ഞിട്ട്, ആത്മാവിന്റെ ആലോചനയെ പരിഗണിക്കാതെ, ആത്മാവിന്റെ ആലോചനയും കൗൺസിലും ഏറ്റെടുക്കാതെ, ആത്മാവിനോട് ചോദിക്കാതെ ദൈവസഭയെ നടത്തുന്നതായ ദൈവസഭ പരിശുദ്ധാത്മ മന്ദിരമാണെങ്കിൽ, പരിശുദ്ധാത്മ വസിക്കുന്നുവെങ്കിൽ, ദൈവം ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനെ ആലോചന കൂടാതെ ലോകത്തിന്റെ ആലോചന ഏറ്റെടുക്കുന്നതായ ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ ആത്മാ പറയാണ് നമുക്ക് അയ്യോ കഷ്ടം. ഇന്ന് ദൈവമക്കള് സഭാഹോളുകളും ആരാധന സ്ഥലങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്ത ആരാണ്? പൊളിറ്റീഷ്യൻസ് ആണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, അവിശ്വാസിയാണ്. നമുക്കതിന് വലിയ എന്താണ് ഒരു അല്പ ക്രെഡിറ്റ് കൂടുതലാണ്. നമ്മൾ ലോക്കൽ മന്ത്രിയോ MLA യോ MP ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന, ആത്മീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. അവർ വരട്ടെ, അവർ നമ്മളോട് പേരിക്കട്ടെ, അവർ സുവിശേഷം കേൾക്കട്ടെ. എന്നാൽ ആത്മീയ കൂട്ടായ്മയിൽ അവർക്ക് എന്ത് പങ്ക്? പരിശുദ്ധാത്മാവ് വസിക്കുന്ന സഭയിൽ അത് വിശുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അശുദ്ധന്, അവിശ്വാസിക്ക് എന്ത് പങ്ക്? നമ്മൾ എത്രമാത്രം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ദൈവമക്കളെ. ഇവിടെ ദൈവം പറയാണ് എന്നെ കൂടാതെ ആലോചന കഴിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകി എന്തിനു വേണ്ടിയാണ്? സഭയെ നടത്തുവാനാണ്. സഭയിൽ നടത്തുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്, സർവശക്തനായ ദൈവത്തിന്റെ ആലോചന എടുക്കാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതിന് പരിണത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഭിഷേകം ആവശ്യമാണ്. നമ്മൾ മടങ്ങി വരണം, പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലേക്ക് മടങ്ങി വരണം, പരിശുദ്ധാത്മ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണം, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ ചോദിക്കണം, പരിശുദ്ധാത്മാവ് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അവിശ്വാസിയുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 34-ാം അധ്യായം 32-ാം അധ്യായം 15-ാം വാക്യം നോക്കിയേ. 2 വാക്യങ്ങൾ വായിച്ച് വേണ്ടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. 32-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. എന്താ വായിക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ആത്മാവിന് നമ്മുടെ മേൽ പകരുവോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അഭിഷേകം. ഉയരത്തിൽ നിന്ന് ആത്മാവിന് പകരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനവനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും. നോക്കണം, കർത്താവ് യേശുക്രിസ്തു നീതിയോട് വഴി വസിക്കുന്നതായ 1000 ആണ്ട് ഭരണം ഉണ്ടാകുമെന്നും ആ കാലത്ത് ഭൂമിയുടെ അവസ്ഥ എന്തായിത്തീരുമെന്നും ജനങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും ഒക്കെ ഇവിടെ വിവരിച്ചിട്ട് പറയാണ്. എന്താണ് ഇതിനെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. Power from high. Power from high. ഉയരത്തിൽ നിന്നൊരു ശക്തി. ഇതാണ് ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് വാഗ്ദത്തം ചെയ്ത പിതാവിന്റെ വാഗ്ദത്തം ഞാൻ വാങ്ങി അയച്ചിരുന്നു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അത് സഭയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ മരവാടിയായി തീരാനാണ് സഭ. മരുഭൂമിയുടെ അവസ്ഥ മാറാനാണ്, നിർജീവത്വം മാറാനാണ്. അതുകൊണ്ടാണ് സഭയിൽ അത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? സമൃദ്ധിയായ അനുഭവം, ഫലഭൂയിഷ്ഠമായ അനുഭവം. ഇതിനാണ് ദൈവത്തിന്റെ ഉയരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വന്നത്. ഉയരത്തിൽ ഇറങ്ങി വന്ന ആത്മാവിനെയാണ് നമ്മളെ നഷ്ടമാക്കിയത്. അത് സംഭവിക്കാതെ എന്തോ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകത്തില്ല, ഫലപ്രദമായ അനുഭവം ഉണ്ടാകത്തില്ല. ക്രിസ്ത്യൻ ജീവിതം ഫലപ്രദമായി തീരണമെങ്കിൽ മരുഭൂമി മാറി, നിർജീവത്വം മാറി, ശൂന്യത മാറി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ഫലഭൂയിഷ്ഠമായി ദൈവത്തിന്റെ സമൃദ്ധി, അത് സന്തോഷത്തിന്റെ സമൃദ്ധി, ദയയുടെ സമൃദ്ധി, സമാധാനത്തിന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി നമ്മൾ അനുഭവിക്കണമെങ്കിൽ എന്താണ് ആവശ്യം? ഉയരത്തിലുള്ള ശക്തി വീണ്ടും ദൈവമക്കളെ നിറയപ്പെടണം. ഇതിനാണ് അഭിഷേകം ആവശ്യമായി. പ്രൈസ് ദി ലോർഡ്. 33-ാം അധ്യായം
34 അധ്യായം 16 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. 34:14. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാം? എല്ലാറ്റിയും ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി കൂട്ടിവരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. എല്ലാറ്റിയും ദൈവത്തിന്റെ ഉദ്ദേശം നടപ്പാകാൻ വേണ്ടി യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവരൊന്നും കാണാതിരിക്കുകയില്ല. നിങ്ങൾ വായിച്ചോണ്ട് പുസ്തകം യഹോവയുടെ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും. ഇന്ന് വായിക്കാനും അന്വേഷിക്കാനും നമുക്ക് സമയമില്ല. ദൈവമക്കൾക്ക് ഇന്ന് വായിക്കാനും അന്വേഷിക്കാനും സമയമില്ല. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുക? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും. നമ്മൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നത് എന്ന്? ഏത് പുസ്തകം വായിക്കാൻ നമുക്ക് താല്പര്യം? യഹോവയുടെ പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം എന്നാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. ആകാശം ഭൂമി മാറിപ്പോയാലും ഇത് മാറ്റമില്ലാത്ത നിത്യവചനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. തേനും കട്ടേക്കാളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ പുസ്തകത്തെ നമ്മൾ വായിച്ചു നോക്കണം, നമ്മൾ ഗ്രഹിക്കണം. എന്താണ് പ്രൈസ്? ഒന്നും കാണാതിരിക്കുകയില്ല. ഉത്തരം ലഭിക്കണം. ഏത് പ്രശ്നമാണ്? നമുക്ക് ഏതിന് സൊല്യൂഷൻ വേണം? ഏത് പ്രശ്നം പരിഹാരം വേണം? ഏത് കാര്യം നമ്മൾ അറിയണം? കൗൺസിൽ വേണം. ദൈവത്തിന്റെ വചനം വായിച്ചു നോക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനൊന്നും ഇണയില്ലാതിരിക്കുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. അപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഏജന്റാണ് പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ട് ചെയ്യുന്നത്. എന്തിനാണ് അഭിഷേകം ആവശ്യം? ഈ കാലയളവിൽ എന്താണ് അഭിഷേകം നമുക്ക് ആവശ്യം? പരിശുദ്ധാത്മാ ആവശ്യം. ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ, the consummation of the purpose of God, ദൈവത്തിന്റെ സകല പർപ്പസിന്റെ കൺസ്യൂമേഷനിലേക്ക് വരണമെങ്കിൽ, അതിന്റെ ഫുൾഫിൽമെന്റിലേക്ക് വരണമെങ്കിൽ, അതിന്റെ കൾമിനേഷനിലേക്ക് വരണമെങ്കിൽ, പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ, അതിന്റെ തികവിലേക്ക് വരണമെങ്കിൽ, അതിന്റെ നിറവിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട്. ഇതുകൊണ്ടാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപവും നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മ 7 ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന്റെ സകല കാര്യപരിപാടികളെയും കൊണ്ടുവരുവാൻ വേണ്ടി. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കീഴ്പ്പെടുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമുക്ക് ആവശ്യമായിരിക്കും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവർത്തനം, ദൈവം ആരംഭിച്ച പ്രവർത്തനം പൂർത്തിയായി നമ്മൾ വരണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം നടക്കണം. ആത്മാവിനാലാണ് ദൈവം തന്റെ പർപ്പസ് നടത്തിയത്. ആത്മാവിനാലാണ് ദൈവം തന്റെ പർപ്പസിന്റെ തികവിലേക്ക് നമ്മളെ ആത്മാവിനാലാണ് അവന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം 1-ാം നൂറ്റാണ്ട് ഉണ്ടായതുപോലെ, അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉണ്ടായതുപോലെ, പ്രവൃത്തി പുസ്തകം വായിക്കുന്നത് പോലെ വീണ്ടും വരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ചുവെങ്കിൽ, നമ്മുടെ ബുദ്ധിമാനത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലോകത്തിന്റെ വ്യവസ്ഥയിലേക്ക്